ഇതെന്താണെന്നറിയോ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഇവിടെ നട്ടുപിടിപ്പിച്ച മുള ആണിത്. ഈ മുളയ്ക്ക് കുറേ കാര്യങ്ങൾ മുളയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ ഒരു തെക്ക് വശത്ത് ഇങ്ങനെ മുള നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് ഈ ദുഷ്ടശക്തികളെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള ദുഷ്ടശക്തികളിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ നല്ലതാണെന്നാണ് പറയണത്. ഈ മുളയിൽ തടഞ്ഞ് അവർ നിൽക്കുമെന്നാണ് പറയണത്. അതുകൊണ്ട് ഈ തെക്ക് വശത്ത് മുള നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പണ്ട് മുതലുള്ള കാരണവന്മാരായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തെക്ക് വശത്ത് ഒരു മുള നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു ദൂഷ്യവശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ കാറ്റ് വരുമ്പോൾ ഈ മുളയെല്ലാം ഇതുപോലെ മറിഞ്ഞ് പോരും. അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഴ്ചയ്ക്കുള്ള ഭംഗി ഒരു നഷ്ടപ്പെട്ടു പോകും. കണ്ടോ, ഇതെല്ലാം കാറ്റത്ത് മറിഞ്ഞു പോകണതാണ്. എന്നിട്ട് അതിൻ്റെ തുമ്പെല്ലാം ഒടിഞ്ഞു പോയി ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ വരും. അല്ലെങ്കിൽ ചെറുതായിട്ട് നിൽക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത് മുള. പിന്നെ ഇതിന് നമുക്ക് ഇത് വളർത്തിയെടുക്കുന്നതിന് നനച്ചു കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളമുണ്ട്. നമ്മളിതിൻ്റെ ഓരോ കഷ്ണവും ഇങ്ങനെ വെട്ടി എടുത്താൽ അതിനകത്ത് മുഴുവനും വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പണ്ടൊക്കെ ഈ ആദിവാസികൾ ഒരുപാട് ദൂരെ പോയാണ് വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഈ കാട്ടിലൊക്കെ ഒരുപാട് ഈ മുളകൾ നട്ടുപിടിപ്പിക്കുന്നതും തനിയെ ഉണ്ടാവുന്നതും ഒക്കെയുണ്ട്. അപ്പോൾ ഈ മുളയുടെ ഓരോ മുട്ടും ഇങ്ങനെ ഓരോരോ മുട്ടുകൾ ഇങ്ങനെ വെട്ടി വരുമ്പോൾ അതിനകത്ത് ഒരു 1/4 ഭാഗം വെള്ളമായിരിക്കും. ആ വെള്ളം വളരെ ശുദ്ധമായിട്ടുള്ളതാണെന്നാണ് പറയണത്. കാരണം ഈ മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം വരുമല്ലോ, ആ മഴവെള്ളം ഈ സസ്യം അതിനകത്തേക്ക് വലിച്ചെടുത്ത് കഴിയുമ്പോൾ അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇതിന് നമ്മൾ വേറെ വെള്ളം കൊടുത്തില്ലെങ്കിലും ഇത് നന്നായിട്ട് വളർന്നു വരും. മാത്രമല്ല, ഇത് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ മുട്ടും ഇങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഈ പുട്ടുകുറ്റിയില്ലേ, അതുപോലെ ഇരിക്കും. ഇത് കണ്ടോ, ഇതുപോലെ ഓരോ മുട്ടും പുട്ടുകുറ്റിയുടെ ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഈ ആദിവാസികൾക്കൊക്കെ ഒരുപാട് ദൂരെ പോയി വെള്ളം ശേഖരിക്കണം. അവർ കാടിൻ്റെ ഉള്ളിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ചെറിയ അരുവികളൊക്കെ തേടി പോകണം അവർ. അങ്ങനെയുള്ള അരുവികൾ തേടി പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ദൂരം പോയി അവിടെ നിന്ന് വെള്ളം ചുമന്നു കൊണ്ടുപോകണം. അപ്പോൾ അവരിതുപോലെ മുളകൾ ഒരുപാട് നട്ടുപിടിപ്പിക്കും. പിന്നെ കുറേയൊക്കെ കാട്ടിലുണ്ടാവും. എന്നിട്ട് അത് വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ, അതായത് ചില സമയങ്ങളിൽ വേനലൊക്കെ ഒരുപാട് കടുത്ത സമയങ്ങളുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഇതൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളം കിട്ടാതെ വരും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇവർ ഈ മുളയുടെ ഓരോ മുട്ടായിട്ട് വെട്ടിക്കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ള വെള്ളം ശേഖരിച്ച് വെക്കും. അപ്പോൾ അടുത്ത മുട്ടിൻ്റെ ഉള്ളിൽ ആ വെള്ളം ഇരുന്നോളും. അങ്ങനെ ആ രീതിയിലാണ് അതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നട്ടുപിടിപ്പിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെള്ളം ലഭിക്കുന്നതിന് ഇത് വളരെ സഹായകരമാണ്. പിന്നെ ദൂഷിച്ച ശക്തികളെയൊക്കെ തടഞ്ഞു നിർത്താൻ ഇത് ഉപകരിക്കുമെന്നാണ് പറയണത്. പിന്നെ ഇത് ഒരുപാട് അങ്ങ് വളർത്തി വിടാതിരിക്കുകയാണെങ്കിൽ ഇതിന് കാണാൻ ഭംഗിയാണ്. പിന്നെ നമുക്ക് ഈ ചെറിയ കുടിലുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ, കൊച്ചു വീടുകൾ ഉണ്ടാക്കാനൊക്കെ ഈ മുള വെച്ച് വീടുകൾ ഉണ്ടാക്കും. ചെറിയ കതകുകൾ പോലെ ഉണ്ടാക്കും, ചെറിയ കൂടുകൾ, പക്ഷിക്കൂടുകൾ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെടിയൊക്കെ വെക്കുന്നതിനുള്ള ഫ്ലവർ വേഴ്സായിട്ട് ഇത് ഉപയോഗിക്കും. ഇത് പ്രത്യേക രീതിയിൽ പെയിൻ്റ് അടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഫ്ലവർ വെച്ച് അലങ്കരിക്കാൻ സാധിക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഈ മുളകളൊക്കെ നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുക. അത് ഒരുപാട് വളരാതെ ചെറുപ്പത്തിലേ തന്നെ അത് നുള്ളി കളയുവാണെങ്കിൽ അത് ഇത്രയും വലുതായി വരില്ല. ഇത് കണ്ടു, ഒരുപാട് അങ്ങ് വളർന്നു പോയി. അന്നിങ്ങനെ നുള്ളിക്കളയാൻ ഓർത്തില്ല, അതുകൊണ്ടാണ് ഇതുപോലെ വലുതായി പോയത്. കാറ്റ് വരുമ്പോൾ ഇത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഒത്തിരി വലുതാവാതെ പൊക്കം വയ്ക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം.